ഞാനിന്നിങ്ങനെ വേഷമൊക്കെ കെട്ടിയിട്ട് ഒന്ന് പുറത്ത് പോവാണ്. ഇന്ന് ചെറിയോപ്പോളില്ലേ, എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറിയോപ്പോളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്. അച്ഛൻ്റെ സിസ്റ്ററെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പം ഞാനും ലക്ഷ്മിയും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഒരു സാരി മേടിക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് മന്ദിറിലേക്ക് പോയി, കല്ലൂനിയും കൂട്ടി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് സംഭവം ഞങ്ങൾ സിൽക്ക് മന്ദിറിലേക്ക് പോകുന്ന രൂപമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞാനും ലക്ഷ്മിയും 2 സാരി എടുത്തു. പിന്നെ വിജയേട്ടൻ ഹസ്ബൻഡിന്, ചെറിയോപ്പോൾ ഹസ്ബൻഡിന് 2 ടീഷർട്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളുടെ സുന്ദർ മഹലിൽ കയറി. ഇനി എന്താ വെച്ചാൽ പി സ്കൂളിലെ വിഷു സെലിബ്രേഷനാണ് 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള കുറച്ച് കുപ്പിവളകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സുന്ദർ മഹലിൽ പോയിട്ടോ. സുന്ദർ മഹൽ കാലിക്കറ്റുള്ള ഒരുവിധം എല്ലാവർക്കും അറിയും. നമ്മൾ പാളയം ജയന്തി ബിൽഡിങ്ങിലാണ് സുന്ദർ മഹൽ. ഫാൻസി ഉണ്ട്, പിന്നെ അവരുടെ തന്നെ നമുക്ക് റെൻ്റ് മീൻസ് ഡാൻസിൻ്റെ എല്ലാം റെൻറ്റിന് എടുക്കുന്നതൊക്കെ സുന്ദർ മഹൽ അത്ര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഫാൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഒന്നാമത് ഭയങ്കര കത്തി റേറ്റ് അല്ല, റീസണബിൾ റേറ്റിനുള്ള സാധനങ്ങൾ കിട്ടും. എന്ത് ചോദിച്ചാലും അവിടെ ഉണ്ടാനും. നല്ല നല്ല ഇതുണ്ട്, നല്ല കുഞ്ഞു കുഞ്ഞു നെക്ലസ്സുകളും, പിന്നെ അതേമാതിരി നല്ല കമ്മൽ സെലക്ഷനൊക്കെ, വളരെ കുറേ പൊട്ടുകൾ, ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിരാശയായിട്ട് ഇങ്ങോട്ട് പോരില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടേ പോരുള്ളൂ. പിന്നെ കയ്യിൽ നിന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ എന്നിട്ട് പറയാം, ഞാൻ ഇങ്ങോട്ട് വരികയില്ല, പല സാധനങ്ങളും വാങ്ങി ഇങ്ങനെ പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി പി സ്കൂളിൽ ഞാൻ വിഷു സെലിബ്രേഷൻ്റെ സമയത്ത് എടുത്ത സാരീൻ്റെ കൂടെ ഒരു നെക്ലസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടുന്ന് വാങ്ങിച്ചാന്ന്. ഇത് ഞാൻ ഈ സുന്ദർ മഹൽ ഫാൻസിന്ന് മേടിച്ചാണ്. അതേമാതിരി അവിടെ നിന്നൊരു നല്ലൊരു സുന്ദരി വളയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ. ഇവരൊക്കെ ഈ ഇവരൊക്കെ എത്രയോ കാലമായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ കേട്ടോ. നമുക്ക് നമ്മളൊരു എന്താ പറയുക, നമുക്ക് അത്രയും കംഫർട്ടായിട്ട് നമ്മൾ എന്താ എനിക്ക് പറയാൻ അറിയുന്നില്ല. അപ്പോൾ അത്ര പരിചയമാകുമ്പോൾ നമ്മൾ ഭയങ്കര കൂളായിട്ട് കയറി പോകാൻ പറ്റുന്നൊരു സ്ഥലം എന്നൊക്കെ പറയില്ലേ, അത്രയും നമുക്ക് പരിചയമാണ് അവരെയൊക്കെ. അങ്ങനെ ഞാൻ ഇതെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ അവിടെ നമ്മളെ സോഷ്മിനെ ഞാൻ ഇപ്പോൾ കുറേ ആയി കണ്ടിട്ട്. അവൾക്ക് അമ്മയ്ക്കൊക്കെ വയ്യായിട്ട് അവൾ കുറച്ച് ലീവായിരുന്നു. മറ്റേ ഞങ്ങൾ എല്ലാ ആഴ്ചയും നമ്മൾ ഡാൻസിന് കാണുന്നതാണ്. അപ്പം എൻ്റെ സോഷ്മിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം അലയടിച്ചു. എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ എന്തോ ഒരു കുറേ കാലത്തിന് ശേഷം ഭയങ്കര മിസ്സിങ് ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങോട്ട് വന്നു. ഞാൻ ഓളെ കൂടെ സെൽഫിയൊക്കെ എടുത്ത് ഓൾ തടിച്ച് സുന്ദരിയായി വീട്ടിലേക്ക് ഇരുന്നിട്ട് ഡാൻസിന് എല്ലാ ആഴ്ചയും കാണുന്നതുകൊണ്ടേ കാണാത്തപ്പോൾ എനിക്ക് കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിലിട്ടു. ഇതൊക്കെയാണ് നമ്മുടെ സുന്ദർ മഹൽ ഫാൻസിൻ്റെ സ്വന്തം ആളുകളാണ്. ഒരുപാട് കാലത്തെ പരിചയം, ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട്, പിന്നെ റീസണബിൾ റേറ്റാണ്. ലക്ഷ്മിയേട്ട ആ വളയൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല സുന്ദരി വളകൾ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പം കല്ലൂനി കൊണ്ട് വന്നിട്ട് ഞാൻ കുടുങ്ങി. അതാണെങ്കിൽ തനി പെണ്ണിൻ്റെ സ്വഭാവം, ഞങ്ങളതൊക്കെയല്ലേ ബാക്കി. അതിനോട് ഞാൻ പറഞ്ഞു, കല്ലൂന് എന്താ വേണ്ട, ക്ലിപ്പ് വേണോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുക, സ്ലൈഡ് വേണോ, മീൻസ് അങ്ങനെ കുഞ്ഞ് വളകൾ വേണോ നോക്കുമ്പോൾ അതിന് വേണ്ടത് നെയിലാട്ട് വേണം, മുടിയിൽ വെക്കാനുള്ള മിന്നണ സാധനം, ഇതൊക്കെയാണ് വേണ്ടത് ആ കുട്ടിക്ക്. അങ്ങനെ അതിനെങ്ങനെയൊക്കെയോ തല്ലി പൈപ്പിച്ച് ഞാൻ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുപ്പികൾ, പുറത്തൊക്കെ അവിടെ വേറെ കുപ്പികളൊക്കെ നല്ല സുന്ദരി നല്ല രസമുള്ള റെയർ കളക്ഷൻ കുപ്പിവളകൾ കണ്ടു, വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. രാത്രി ഇതാ കല്ലും ഞാനും അമ്മയും എല്ലാവരും വേഷം കെട്ടിയിട്ട് ചെറിയോപ്പോള വീട്ടിലേക്ക് പോകുക. അപ്പോൾ ഓപ്പോള വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാലപ്പുറത്ത് ഞങ്ങൾ ചെമ്പക ഹൗസിങ് കോളനി ആ അറ്റത്ത് തന്നെയാണ് ഓപ്പോള വീട്. അത് നടക്കാനുള്ള ദൂരം, നടക്കാൻ മീൻസ് 2 സെക്കൻഡ് ഒരു മിനിറ്റ് ഇല്ല അവിടേക്ക്, അത്രയും അടുത്താണ്. ഇതാണ് അച്ഛൻ്റെ സിസ്റ്റർ വീടാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ചെടികളൊക്കെ വളർത്തുന്നവളാണ്. അപ്പോൾ അവിടെ തന്നെ കേട്ടോ, ചാലപ്പുറത്ത് തന്നെ ആ കോളനി തന്നെയാണ് വീട്. അപ്പം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് ചാലപ്പുറം ഫുൾ ടീമുണ്ട്. പിന്നെ ചെറിയോപ്പോളെ അതായത് വിജയേട്ടൻ ഹസ്ബൻഡിൻ്റെ ഫാമിലി പറയുന്നത് മാവൂരാണ്. അപ്പം മാവൂരത്തുള്ള ആൾക്കാരും എല്ലാവരും വരുന്നുണ്ട്. ഇവരെ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കല്യാണം ഒരുമിച്ച്, അതായത് ചെറിയോപ്പോളെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണവും അനിയത്തിൻ്റെ കല്യാണം, അങ്ങനെ 3 കല്യാണങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വരും. ഇതാണ് അച്ഛൻ്റെ സിസ്റ്റർ ഓപ്പോൾ, എല്ലാവർക്കും അറിയാം. അത് വലിയോപ്പോൾ അച്ഛൻ്റെ സിസ്റ്റർ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ കണ്ടു മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറേ പ്രോഗ്രാമൊക്കെ കട്ട് ചെയ്തതാണ്. ഞങ്ങൾക്ക് അവിടെ എപ്പോഴും പ്രോഗ്രാം ഉണ്ടാവും. ഇത് നമ്മളെ രോഹിണി, അറിയാലോ, രജീഷിൻ്റെ വൈഫാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാലപ്പുറത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ ഞാൻ കട്ട് ചെയ്ത് ഇനി എടുക്കില്ലേ വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും പരിചയം എല്ലാവർക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് കാണിക്കാം. 3 ആൾക്കാരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു ദിവസം, ഒരേ ദിവസം കല്യാണം കഴിച്ച് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു രസമല്ലേ. ഇവർ 3 പേരും കൂടിയാണ് സ്ഥിരമായിട്ട് കേക്ക് കട്ട് ചെയ്യാനൊക്കെ. ഞാൻ ഇങ്ങനെ ഫോട്ടോസ് ഓപ്പോൾ സ്റ്റാറ്റസൊക്കെ കാണാം. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെലിബ്രേഷൻ, അതായത് ഇവരെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇവരെ വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ മാളുണ്ടായിരുന്നത്. ഓപ്പോക്ക് 2 കുട്ടികളാണ്. ഒന്ന് ശങ്കർ UK-യിലാണ് ഫാമിലിയായിട്ട്. പിന്നെ മാളു എറണാകുളത്ത് പഠിക്കുകയാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ അവളും അവിടെ മിസ്സായി. ഇതാണ് വിജയേട്ടൻ, പിന്നെ ചെറിയോപ്പോളെ ഹസ്ബൻഡ്. ഇതാണ് ഓപ്പോളെ വീട് കേട്ടോ.
ഇപ്പം വർഷങ്ങളായി ഇത് മീൻസ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഉടനെ ഇവർ ഹൗസ് വാമിങ് എനിക്ക് 2007 അല്ലെങ്കിൽ 2008 അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭംഗിയിൽ സുന്ദരികളായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മണ്ട്, വലിയപ്പോളുണ്ട്, ചെറിയപ്പോളുണ്ട്, കുറേ പലഹാരങ്ങളൊക്കെ തരുന്നുണ്ട്. നല്ല രസമുള്ളൊരു സ്റ്റൈലിഷ് വീടാണ് ഓപ്പോളത്. അപ്പോൾ ഞാനിങ്ങനെ കുറേയൊക്കെ ഇത് നിങ്ങൾക്ക് കാണാം, ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നടന്ന് കാണിച്ചിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അച്ഛൻ്റെ ഏട്ടൻ ഞാൻ പറയാറില്ലേ, ഡാൻസൊക്കെ ചെയ്യും, പാട്ടൊക്കെ പാടും, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഏട്ടൻ. അവിടെ ഒരാൾ ആക്റ്റീവ് അല്ല, അവിടെ എല്ലാവരും ആക്റ്റീവാണ്. ഇനി മാവൂരുകാർ ഇപ്പോൾ വരും, ഞാൻ ഓരോരുത്തരെ കാണിച്ചു തരാം കേട്ടോ. അവരൊക്കെ രസമായിട്ടുള്ള ഒരു ഫുൾ ടീമാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു എക്സ്ട്രീം കാണണമെങ്കിൽ ഞങ്ങളവിടെ മാളൂൻ്റെ കല്യാണം വേണം. അതായത് അച്ഛൻ ഈ ഓപ്പോള മകളുടെ കല്യാണത്തിനായിരിക്കും. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും, എല്ലാവരും ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. അതായത് ഇപ്പം ചെറിയ മാളൂൻ്റെ അമ്മേൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ഞങ്ങൾ, അച്ഛൻ്റെ വീട്ടുകാർ മാവൂരുകാർ, അവരൊക്കെ ഫുൾ അടിപൊളിയാണ്. ഇത് ഓപ്പോള കിച്ചണാണ്. അന്ന് അത് അടിപൊളി, അതായത് നമുക്കൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പം ഒരുവിധം എല്ലാ വീടുകളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അന്ന് എനിക്ക് എൻ്റെ കണ്ണിലൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു നല്ല രസമായിട്ടുള്ള കിച്ചണൊക്കെ ആയിട്ടുള്ള ഒരു വീട്. അച്ഛൻ്റെ സിസ്റ്ററാണ് ഇങ്ങനെ, ഓപ്പോളാണ് ഇങ്ങനെ. പിന്നെ ഓപ്പോക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ സെറ്റ് ചെയ്യലൊക്കെ ഞാൻ കാണുന്നത് ഓപ്പോളാണ്. കാരണം ഓപ്പോൾ എപ്പോഴും പുറത്ത് തന്നെയായിരുന്നു. വിജയേട്ടൻ പുറത്തായിരുന്നു എപ്പോഴും വർക്ക് ചെയ്ത്, മീൻസ് ഇന്തോനേഷ്യയിലായിട്ടും അങ്ങനെ പുറം രാജ്യങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പോക്ക് അങ്ങനെ പോയിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സും പിന്നെ അതേമാതിരി അത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അവർ പുറത്ത് യൂസ് ചെയ്തതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഒരു ടേസ്റ്റ് അവിടെ കാണാൻ പറ്റും. ഇത് മീൻസ് യൂസ് ചെയ്യണ കിച്ചൺ. ഇത് നമ്മളിപ്പം അങ്ങനെയാണല്ലോ, ഒരു കിച്ചൺ അവിടെ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ മീൻസ് സാധനങ്ങളൊക്കെ ഭംഗിയിൽ വെച്ച് അത്യാവശ്യം ഇങ്ങനെ സ്ക്വാഷ് കലക്കാനും ചായ ഉണ്ടാക്കാനും മാത്രം യൂസ് ചെയ്തിട്ട് മെയിൻ കുക്കിംഗ് എന്ന് പറയുമ്പം നെക്സ്റ്റ് ഒരു സ്ഥലം നമ്മൾ വേറെ തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മളുടെ മലയാളികളുടെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ വരുന്നത്. അങ്ങനെ എല്ലാവരും എത്തി. അതാ യെല്ലോ ചുരിദാറിട്ടില്ല, അതാണ് മീരച്ചേച്ചി പറയുന്നത് വിജയേട്ടൻ്റെ അനിയനുണ്ട് ശശിയേട്ടൻ, അവരെ വൈഫാണ്. അവർക്കൊരു മകനാണ്, അവൻ കാനഡയിലാണ് ഫാമിലിയായിട്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഈ അനിയൻ്റെ കല്യാണം അല്ല കേട്ടോ ഒരുമിച്ച് കഴിഞ്ഞ്, വിജയേട്ടൻ്റെ വേറൊരു അനിയനുണ്ട് മുരളിയേട്ടൻ പറഞ്ഞിട്ട്, മുരളിയേട്ടൻ പുഷ്പചേച്ചി അവരും, പിന്നെ വിജയേട്ടൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് ശോഭൻ ചേച്ചീൻ്റെയും പിന്നെ വിജയപരിന്തും. ഇവർ 3 കല്യാണങ്ങളായിരുന്നു ഒരുമിച്ച് കഴിഞ്ഞത്. ഇതാണ് വിജയേട്ടൻ്റെ ബ്രദറാണ്. എല്ലാവരും ഭയങ്കര രസമുള്ള ആൾക്കാർ, അതായത് നമുക്ക് മടി തോന്നില്ല. അപ്പം ഇങ്ങനെ ഞാൻ പറയാം, ഇപ്പോൾ വേറൊരാൾക്കാർ ഇപ്പം അവരെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വരുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ വളരെ ഡീസൻ്റായിട്ടിരിക്കണം, മോശമല്ലേ അവരൊക്കെ വരുമ്പോൾ, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇവരുടെ കാര്യത്തിൽ വേണ്ട. അതായത് നമ്മൾ ഒരേ വൈബിളുള്ള ആൾക്കാരാണ്, എല്ലാം എന്തും പറയാം, ഭയങ്കര ജോളി, അവർ ഭയങ്കര കലാകാരന്മാരാണ്, പാട്ട് പാടുന്ന ആൾക്കാരാണ്. ഒരു ദിവസം ഞാൻ അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വേഷം കെട്ടിയിട്ടാണ്, ഇങ്ങനെയാണ് വേഷം കെട്ടി നിൽക്കുന്നത്. മറ്റേ ജോസ് ചേച്ചീനെയൊക്കെ നിങ്ങൾക്ക് കണ്ട് എല്ലാവർക്കും മടുത്ത കുറേ ആളുകളെ മുഖം നിങ്ങൾക്ക് അവിടെ പരിചയം കാണാൻ പറ്റും. അപ്പം ഇത് വിജയേട്ടൻ്റെ ബ്രദർ ശശിയേട്ടൻ. എനിക്കാണെങ്കിൽ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ കുറവാണ്. അതിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ വലിയച്ഛൻ. എനിക്കിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും ഇവർ പറയും, ചാരു വീഡിയോ എടുത്തോ, ഉണക്കൊരു വ്ളോഗ് ഇട്ടൂടെ എന്ന് പറയുമെങ്കിൽ ഇതെടുക്കുന്നതാണ് എനിക്കൊരു പ്രശ്നം. ഈ ക്യാമറയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവർ എന്നെ കളിയാക്കും, വരുന്നുണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തകരാറ്. മനോജേട്ടനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ദേവൂട്ടി, പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, രാജുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ഗോകുല് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. ചാലപ്പുറത്ത് എനിക്ക് തോന്നുന്നു ചെറിയോപ്പോളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചെറിയോപ്പോളെ മക്കളിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ രോഹിണി, എനിക്കിങ്ങനെ ഇങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങോട്ട് മടുക്കും. ഇവരൊക്കെ കണ്ട് നിങ്ങൾക്ക് മടുത്ത, നിങ്ങൾ അറിയില്ല, ഇനി മാറ്റി കാണിക്കൂ, വേറെ ആൾക്കാരുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരിലെ കൂട്ടരെ കാണിക്കാൻ പറ്റൂ. അങ്ങനെ മനോജേട്ടനും എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയണത് മീര ചേച്ചി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ്. ഇവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പൊതുവേ ചാലപ്പുറത്തുള്ളവർക്ക് കേൾവിക്കാരില്ല, എല്ലാവരും സംസാരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ കൂടെ മറ്റൊരാൾക്കാരും കൂടെ വരുമ്പോൾ അവരും ഇതേമാതിരി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ മുകളിൽ കുട്ടികൾക്ക് ഞാൻ പിന്നെ എന്താ പറയുക, ദേവൂട്ടീനോട് പറഞ്ഞിട്ട് എനിക്ക് മടിയായിട്ടേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ദേവൂട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുകളിലൊക്കെ റൂമൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലിങ്ങനെ കുറച്ച് വീടിൻ്റെ ഭാഗങ്ങൾ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീട് കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചില ഐഡിയകളൊക്കെ വരുമല്ലോ, അതും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ വീഡിയോ കാണിക്കുമ്പം. അപ്പോൾ അങ്ങനെ ഇത് മുകളിൽ കയറിയ ഉടനെ ചെറിയപ്പോൾ വീട്ടിലിത് ദേവൂട്ടി എടുത്തന്നാ കേട്ടോ. അവർക്കൊരു ഒരു തിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും TV കാണാനും ആരാംസെ നല്ല സിനിമകൾ കാണാനും കുട്ടികൾക്ക് ഗെയിം കളിക്കാനും ഒക്കെ കൂടെ ആയിട്ട് ചെറിയ സ്റ്റെയർ കയറിയ ഉടനെ ഒരു ചെറിയ റൂമുണ്ട്. പണ്ട് ആ മാളുവിൻ്റെ റൂമായിരുന്നു, മാളു കുഞ്ഞു കുട്ടിയാകുമ്പം അവൾ സ്റ്റഡി റൂമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലെ അങ്ങനെ കുറച്ച് എന്താ പറയുക, ശങ്കറിന് കുറച്ച് ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൾ ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു, ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു. ഞാനും ശങ്കറും ഒരേ പ്രായമാണ്. ഞാൻ അത്ര പഠിക്കില്ല, ഓനാണെങ്കിൽ ഭയങ്കര പഠിപ്പും. എനിക്ക് നല്ലോണം എപ്പോഴും ചീത്ത കേൾക്കുന്ന
ഒരു ഇതാണ്. കണ്ടുപിടിക്കുക വേറൊരു പ്രയോഗം പ്രയോഗിക്കുക, അതെനിക്കിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ വയ്യ. പിന്നെ ഇത് ശങ്കറിൻ്റെ ബെഡ്റൂമാണ്. ശങ്കറിൻ്റെ ബെഡ്റൂമാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ ശങ്കറിനൊരു മോളാണ് കേട്ടോ ഉള്ളത്, പാറു, നേഹ. പാറും പിന്നെ എൻ്റെ ചെറിയ ആളില്ലേ ഇവനും മാസങ്ങളെ വ്യത്യാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ രജീഷിൻ്റെ ചെറിയ പുത്രനാണ്. എല്ലാവരും ഉണ്ട്, സഞ്ജു ഉണ്ട്. ആദ്യം പിന്നെ വീഡിയോ എടുക്കാൻ വയ്യാതെ കല്ലുണ്ട്, വലിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണത്. അതിൻ്റെ തലയിലുണ്ട് ഒരു ബ്ലൂ കളർ സാധനം കാണാം, സുന്ദർമഹലിൽ പോയിട്ട് വാങ്ങിച്ചത്. അതൊക്കെയാണ് ആ കുട്ടിക്ക് വേണ്ടത്. പിന്നെ നെയിൽ പോളിഷ് ആണെങ്കിൽ മിന്നണ നെയിൽ പോളിഷും ലിബാമൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെയാണ് കുട്ടികൾ പറയുക. ഇതാണ് ഇപ്പോൾ മാളുവിന് ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ റൂമാണ്. കല്യാണമൊക്കെ പ്രായമൊക്കെ ആയില്ലേ, പോക്കും വേണ്ടി ഒരു പ്രൈവസിയൊക്കെ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ സുന്ദരി റൂമൊക്കെ ഉണ്ടാക്കി. വലിയ റൂമാണ്, എനിക്കിഷ്ടമാണ്. കുറച്ച് വലിപ്പം വേണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണമെങ്കിലൊക്കെ. പ്ലസ് ഒരു ഡ്രസ്സിങ് റൂമും കൂടി ആയാൽ വളരെ വിശേഷമായി, കബേർഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം വലിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും ഒതുക്കി വെച്ചില്ല മാളുവിൻ്റെ റൂം. സാരമില്ല, ദേവൂട്ടി ഇങ്ങനെ എടുക്കുകയാണ് മന്ദാകിനിയായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്താ പിന്നെ ഈ ഒരു ബേ വിൻഡോ, അതായത് ഒരുവിധം വീടുകളിലൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ടൊരു സാധനമാണ് ഈ ബേ വിൻഡോ പറയുന്ന സാധനം. അപ്പോൾ അതൊക്കെ പോട്ടെ, വീടായിപ്പോയി അവസാനം ടോപ്പിക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്നു. ഈ ഒരു പോർഷനിൽ വീടിൻ്റെ ഈ ഒരു പോർഷൻ ആദ്യം ഒരു ചെറിയൊരു പോണ്ട് മരിയാക്കി, അതിൻ്റെ മേലെ ഒരു സാലവഞ്ചിക ഇങ്ങനെ കൈയൊക്കെ വെച്ച് നിന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിൽ മീനൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഓപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടു, ഒരു ആ ജനലിനോട് അടുപ്പിച്ചിട്ട് ഒരു സോഫ പോലെ സെറ്റ് ചെയ്തു. ഇത് ഓപ്പോളെ പൂജാ റൂമാണ്. എനിക്ക് ഈ പൂജാ റൂമും ഇഷ്ടമാണ്. കാരണം അവരെ മെയിൻ ഡോറ് തുറന്ന നേരെ നമുക്ക് പൂജാ റൂമിലെ ഭഗവാനെ കൃഷ്ണനൊക്കെ കാണാനുള്ള ഒരു നല്ല രസമുള്ള ഒരു ഇതാണ്. എനിക്ക് ആ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയിൻ ഡോറ് തുറന്നാൽ നേരെ പൂജാ റൂം നമുക്ക് ഇങ്ങനെ കാണാം. അപ്പം സന്ധ്യാസമയത്ത് ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്നവർക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണുമൊന്നുമില്ല, മീൻസ് ഗേറ്റ് അടച്ചിട്ടാൽ കാണില്ല, എന്നാലും റോഡിൻ്റെ മുകളിൽ നിന്ന് നേരെ വ്യൂ നമുക്ക് ആ വിളക്ക് കാണുമ്പോൾ ഒരു 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 വല്ലാത്തൊരു ചൈതന്യം വരൂലേ. എനിക്കങ്ങനെ വരേ, ഞാൻ അതൊക്കെയാണ് എൻ്റെതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഓപ്പോള റൂമാണ്. അതേമാതിരി ഡ്രസ്സിങ് റൂം പ്ലസ് ബാത്റൂം. ഞങ്ങളെല്ലാം കൂടെ കഥ പറഞ്ഞിരിക്കുകയാണ്. ആ പൂജാ റൂമിൻ്റെ ഉള്ളിലൊക്കെ, അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതെടുത്തിട്ട് പിന്നെ ഓപ്പോളെ കുറച്ച് പേടിയാണ് കുട്ടികൾക്ക്, അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. ഞങ്ങളെ വീട്ടിലേക്ക് വന്നാലാണ് അമ്മേനെ ഒരു പേടിയും കുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ സോഫയൊക്കെ കുട്ടികൾ മറിച്ചിടും. അത് നോക്കിയിട്ട് കാര്യമില്ല, കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ മാറില്ലേ അല്ലേ, അതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കഥ പറഞ്ഞു, വർത്താനം പറഞ്ഞിരിക്കുന്നു. സഞ്ജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആദ്യം കാണാനില്ലല്ലോ, എവിടെയോ ഒളിച്ചിക്കോ, വീഡിയോ എടുക്കുമോ പേടിച്ചിട്ട്. അതാ ഗോകുൽ വന്നു, മനോജേട്ടൻ വന്നു, ജേട്ടൻ, അത് രജീഷല്ല, അത് അവരൊരു കുടുംബം പോലത്തെ ഒരാളാണ്. എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. പിന്നെ എല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരൊക്കെയോ വരുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയത്, എനിക്ക് പറഞ്ഞിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമുക്കവിടെ എല്ലാവർക്കും കൂടാനൊരു എന്താ പറയുക, നമ്മൾ പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ മാതിരി ചാലപ്പുറത്ത് കൂടാൻ ഓരോ കാരണം. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ മെയിൻ ആൾ എപ്പോഴും രജീഷാവുക. രജീഷിനാണ് എല്ലാവരും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കൂടണം. അപ്പോൾ ഓന് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഗ്രൂപ്പിലിടും എല്ലാവരും. ഇന്ന് ഇത് ഗോപേട്ടൻ, ഇത് വിജയേട്ടൻ്റെ അനിയനാണ് കേട്ടോ. ഈ അനിയൻ്റെയും കല്യാണം അല്ല കേട്ടോ ഒരുമിച്ച്, ഇനി ഒരു അനിയനും കൂടെ ഉണ്ട്, അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇത് ഗോപേട്ടൻ്റെ വൈഫ് രജനി ചേച്ചി, ഇവർക്കൊരു മകനുണ്ട് അപ്പു. ഇനി അവൻ്റെ കല്യാണം ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്, ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട്, 1-2 കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഗോപേട്ടൻ ഈ പറഞ്ഞ മാതിരി നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്, നല്ല പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ, പ്രോത്സാഹനം തരുന്ന ഒരാളാണ്. അപ്പോൾ കലാകാരനാണ്, പാട്ടൊക്കെ പാടും. അവിടെ ഉള്ളവരെല്ലാവരും പാട്ട് പാടും, അതാണ് നല്ല രസമായിട്ട് പാടുന്ന ആൾക്കാരാണ്. മാളും പാടും കുറച്ചിട്ടോ. പിന്നെ വേറൊരു അനിയനുണ്ട് മുരളിയേട്ടൻ പറഞ്ഞിട്ട്, അവരെ വൈഫ് പുഷ്പചേച്ചി, അവരെ കല്യാണമാണ്. ഇവർ 3 പേരെ കല്യാണം എന്ന് പറഞ്ഞതിൽ ഒരു എന്താ പറയുക കപ്പിൾ അവരാണ്. അവരും ഭയങ്കര കലാകാരന്മാരാണ്, നന്നായി പാട്ട് പാടും. അവർ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല, മീൻസ് അവരൊക്കെ ലേറ്റസ്റ്റ് വീട് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വീട് കണ്ടിട്ടില്ല. അവിടെ ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, എപ്പോഴെങ്കിലും ഞാൻ പോവുകയാണെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവരൊക്കെ ഭയങ്കര കലാകാരന്മാരാണ്. ഇപ്പോൾ രജീഷ് നിങ്ങൾ കണ്ടില്ലേ കൂട്ടരെ, രജീഷിനെ ഞാൻ കുറേ വീഡിയോ എടുത്തു. കാരണം എന്താ വെച്ചാൽ രജീഷ് ഞങ്ങളെ വീട്ടിൽ ഞാൻ പറയും എന്നെ ഒന്ന് മര്യാദയ്ക്ക് വീഡിയോ എടുത്തോട്ടെ, ഷർട്ട് ഇടൂല, എങ്ങനെ ഞാൻ എടുത്താലും ഇവൻ ഷർട്ട് ഇടാതായി കൂടി നടന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് മതിയാവും. അഡ്വക്കേറ്റാണ്, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെക്കാട്ടും 1 വയസ്സിന് താഴെയാണ് കേട്ടോ രജീഷ്. ഇവനീ പറഞ്ഞ 2 ചെക്കന്മാരാണ്. ഇത് വല്യമ്മ, അറിയാലോ, ജേഴ്സിച്ചിൻ്റെ അമ്മ, അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ വൈഫ് വല്യമ്മ ഞങ്ങളവിടെ ഭയങ്കര സ്മാർട്ടാണ്. ഭക്ഷണം അന്ന് ഓണത്തിൻ്റെ സമയത്തൊക്കെ മെയിൻ കുക്കായിട്ട് നിൽക്കില്ലേ, അത് ചെയ്തോ, ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം, അത് അങ്ങോട്ട് ചെയ്തോ, അത് ഇങ്ങോട്ട് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെയിനായിട്ട് നിൽക്കുന്ന ഒരു കുക്ക് ഉണ്ടാവില്ല, അതാണ് വല്യമ്മ. ഭയങ്കര സ്മാർട്ടാണ്. വല്യമ്മയ്ക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. അതാണ് അച്ഛൻ്റെ ഏട്ടൻ രവിമാമൻ. ഇതും സ്വന്തം എഴുത്തിയമ്മ ബെറ്റി ചേച്ചി. അയ്യോ, അത്ര നല്ല എഴുത്തിയന്മാരാട്ടോ. ഞങ്ങൾ ഭാഗ്യം ചെയ്തതല്ലേ. കാരണം ഞങ്ങൾ ചാലപ്പുറത്തേക്ക് ദൈവം സഹായിച്ചിട്ട് വന്നവരും പോയവരും ഒക്കെ നല്ലതാണ്. പോയത് പറയുമ്പോൾ ഞാനാണ് കേട്ടോ ഇതിൽ ഇറങ്ങിപ്പോയവർ, പക്ഷേ വന്ന ജാതികളിൽ ഇതൊക്കെ നല്ലതാണ്.
രോഹിണി ആവട്ടെ, രമ്യ ആവട്ടെ, വെറ്റി ചേച്ചി ആണെങ്കിലും മഹേശ്വരി ആണെങ്കിലും ഇനി വരാൻ ആരുമില്ലല്ലോ, ഇല്ല, എല്ലാവരും കല്യാണം കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വന്ന് കയറുന്ന പെൺകുട്ടികൾ നല്ലത് അല്ലെങ്കിൽ പോയില്ലേ, ഇതൊക്കെ നമ്മളെ കൂടെ നിന്നിട്ടുള്ള വൈബാക്കുന്ന ടീമാണ്. എന്തോ ഭാഗ്യത്തിന് അങ്ങനത്തെ ആൾക്കാരെ കിട്ടേ. ഇനിയിപ്പോൾ വന്ന ആണുങ്ങളാണെങ്കിലും രാജുവേട്ടനാണെങ്കിലും ഗോകുലാണെങ്കിലും ബാബുജി ആണെങ്കിലും മുരളിയേട്ടനാണെങ്കിലും ഒക്കെ എല്ലാത്തിലും കൂടുന്ന ആൾക്കാരാണ്. മറ്റേ ഏതെങ്കിലും ഒന്ന് വിട്ട് നിന്നാൽ പോയില്ലേ, അപ്പം നമുക്കൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ അതന്നെ അവർക്കും ഒരു സങ്കടമാവില്ലേ. ഇപ്പം ഭാര്യ കുറച്ച് വലിയൊരു താല്പര്യമില്ലാത്താണെങ്കിൽ ഭർത്താവിന് അതൊരു നമുക്കൊരു എന്താ പറയുക, ഒരു സുഖമായിട്ട് അങ്ങോട്ട് കൂടാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് വരെ ചാലപ്പുറത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അതായത് മനുഷ്യന്മാരെ സ്വഭാവം കൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടില്ല. അതായത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, മുഖം വീർപ്പിച്ച് അവിടെയും പടി ഇരുന്ന് വന്നവരാണെങ്കിലും കയറി വന്ന ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. മറ്റേത് മോനേട്ടനാണ് കേട്ടോ, അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ്, അത് വലിയച്ഛൻ്റെ മോനാണ്, മൂത്ത ആളാണ്. മോനേട്ടൻ്റെ വൈഫാണ് ബെറ്റി ചേച്ചി. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ വല്യച്ഛൻ എന്താ കൊടുക്കണം എന്നറിയോ, എള്ളുണ്ട കൊടുക്കുക. വല്യച്ഛൻ വരുമ്പോഴും വല്യച്ഛൻ്റെ കയ്യിലൊരു എള്ളുണ്ടേൻ്റെ പാക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എള്ളുണ്ട പറഞ്ഞാൽ അറിയില്ലേ? അതിന് വല്യച്ഛൻ ഇട്ട പേര് സ്നേഹലീല എന്നാണ് കേട്ടോ. വല്യച്ഛൻ്റെ വൈഫിൻ്റെ പേരായിരുന്നു. അതായത് എൻ്റെ വല്യമ്മേൻ്റെ പേര് ലീല എന്നാണ്. വല്യമ്മ ഇപ്പം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് സ്നേഹലീല പറഞ്ഞിട്ടാണ് എല്ലാവർക്കും എള്ളുണ്ട കൊടുക്കുക. ഇത് നമ്മളെ എടുത്തമ്മ വെറ്റി ചേച്ചി എന്താ ഫുൾ ആക്റ്റീവാണ്. അതാ വന്നു അടുക്കളയിൽ കയറി വെള്ളം കലക്കിയിട്ടാണെങ്കിലും പാത്രം കഴുകിയിട്ടാണെങ്കിലും ആരും കാത്തിക്കണ പരിപാടിയില്ല. ഓരങ്ങോട്ട് ചെയ്തോട്ടെ, അങ്ങനത്തെ ഒരു ഇതേ ഇല്ല കേട്ടോ. ഞങ്ങൾ പക്ഷെ അങ്ങനെയില്ല. എനിക്കൊക്കെ മടിയാണ് ചെയ്യണമെങ്കിൽ. വെറ്റി ചേച്ചി ചെയ്യുമ്പോൾ അവിടെ പോയിരുന്ന് വർത്താനം പറയാല്ലാണ്ട് സഹായിക്കില്ല. ഒരു കൈ സഹായം ചെയ്യേയില്ല ഞാൻ, വർത്താനം പറഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അതാ ബാബുജിയാണ് കേട്ടോ മിഞ്ചേച്ചിൻ്റെ വേറെ വല്യച്ഛൻ. ആ വല്യച്ഛൻ പറഞ്ഞില്ലേ, വല്യച്ഛൻ്റെ മോളെ ഹസ്ബൻഡാണത്. അപ്പുറത്തത് ആ ബ്ലൂ ടീഷർട്ടിനും അതും വല്യച്ഛൻ്റെ വേറെ മോളെ ഹസ്ബൻഡാണ്. അങ്ങനെ അത് രാജുവേട്ടനുണ്ട്, എല്ലാവരും കൂടെ. ഇവരൊക്കെ നല്ല രസമുള്ളൊരു ടീമാണ്. അതാ ഞാൻ പറഞ്ഞത്, അവർക്കും ഒരു രസമല്ലേ. ചില സമയത്ത് ഇവരെല്ലാവരും കൂടെ കാർഡ്സൊക്കെ കളിക്കുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും കൂടെ പാതിരാത്രി വരെ ഇരുന്ന് കാർഡ്സ് കളിക്കും. ഇത് നമ്മളെ മോനേട്ടൻ്റെ മോളാണ് ജ്യോതിക, അവൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. പിന്നെ ഗോപു ഞങ്ങളവിടെ തന്നെ. വരും തലമുറകൾ കല്യാണപ്രായമായി നിൽക്കുന്ന ഇതാണ്. ഇറ്റിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ആരും ഒളിച്ചോടി പോരുത്, നമുക്ക് അടിച്ചു പൊളിച്ച് കല്യാണം നടത്തണം, ഇവിടെ പൊളിക്കണം. ഇവിടെ ഇവരൊക്കെ കല്യാണമാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ. മാളു, ജ്യോതി, ഗോപു, എല്ലാം ഉണ്ട്, യുതി, എല്ലാവരെയും. ഇത് സിംഗ് ചേച്ചി വലിയച്ഛൻ്റെ മകളാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആൾക്കാരാണ് കൂട്ടരെ. പിന്നെ ഇവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീണ്ടും എനിക്ക് എന്ത് പറയും ഞാൻ, അതുകൊണ്ടാണ്. ഞങ്ങളെ വീട്ടിലുള്ളവരൊക്കെ സുന്ദരികളും സുന്ദരന്മാരും അല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടുത്തതൊക്കെ. ഇനിയിപ്പോൾ എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് ഇപ്പോൾ വിജയേട്ടൻ്റെ 2 അനിയന്മാരെ എത്തിയുള്ളൂ, ശശിയേട്ടനും ഗോപേട്ടനും എത്തിയിട്ടുള്ളൂ. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഗോപേട്ടൻ അവരൊക്കെ മാവൂർ തന്നെയാണ് കേട്ടോ. അവരും ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ചാലപ്പുറത്തൊരു ജോയിൻറ്റ് ഫാമിലി, ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൽ കുറച്ച് വീടുകളുള്ള മാതിരി തന്നെയാണ് അവർ മാവൂരിലും അതേമാതിരി അടുത്തടുത്ത് എല്ലാവരും വീടുണ്ടാക്കിയത്. അതുകൊണ്ട് ചാലപ്പുറത്ത് അതേ വൈബാണ് അവർക്ക് അവിടെ മാവൂരും. അവരെല്ലാവരും കൂടി അവർക്ക് ഇതേ രസമാണ്. ചെറിയപ്പോൾ ഇങ്ങനെ കഥ പറയും അവിടെ എല്ലാവരും പാട്ട് പാടിയിട്ടും ഫുഡ് ഉണ്ടാക്കിയിട്ടും. വിജയേട്ടനൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അടിപൊളി കുക്കാണ്. നല്ല മീനൊക്കെ അടിപൊളിയിൽ വെക്കും. അച്ചാറാണെങ്കിലൊക്കെ സൂപ്പറാണ് വിജയേട്ടനൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അവരവിടെ കൂടിക്കഴിഞ്ഞാൽ മീനൊക്കെ വാങ്ങി ഭയങ്കര രസമാണ് അവിടെയും നമ്മളെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ മാനേജർ ആരാണ്, നമ്മളെ സ്വന്തം രജീഷാണ്. രജീഷ് അവിടെയും അടിപൊളിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് മിഞ്ചേച്ചി കേട്ടോ. അങ്ങനെ അവിടെ മോനേട്ടനും ശശിയേട്ടനൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നു. പിന്നെ ഞാൻ ആരൊക്കെയോ ഏൽപ്പിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് നാണമായിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛനൊക്കെ പിന്നെ പാവം എല്ലാത്തിനും ഒന്നിനും നോ പറയാത്ത ഒരാളാണ് അച്ഛനൊന്നും. നിങ്ങൾ അടിച്ചു പൊളിച്ചോ കൂടിക്കോ എന്തിനും, അത് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യണ, അവിടെ മിണ്ടാണ്ടിരിക്കോ, അല്ലെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങൂ, അവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പാതിരാത്രി വരെ കാർഡ്സ് കളിച്ചിട്ടും സിനിമ തമാശകൾ എന്ത് രസമാണെന്നറിയോ. അവിടെ ഇപ്പോൾ അച്ഛൻ വരുന്നുണ്ട് എല്ലാവരും അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരേപോലെയാണ്. ഒക്കെ രസമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് പോവാം. ചീത്തയൊന്നും പറയില്ല, നിങ്ങൾ ഇത്രയും കാലം പോയി കിടന്നുറങ്ങി, അങ്ങനത്തതൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബുള്ള ആൾക്കാരാട്ടോ ഇന്ന് വരെ. എനിക്ക് പേടി, നിങ്ങൾ കണ്ണു പറ്റുമോ ഞങ്ങളെ. അങ്ങനെ പാവം ബെറ്റി ചേച്ചി വീണ്ടും വെള്ളം കലക്കിയതിന് ശേഷം ബെറ്റി ചേച്ചി പാവം സലാഡിന് സുന്ദരിയായിട്ട് വെക്കുക. ഭയങ്കര കഴിവുള്ളവളാണിവൾ. എന്ന് വെച്ചാൽ നല്ല ഭംഗിയിലൊക്കെ മുടിയൊക്കെ വെട്ടണമൊക്കെ കാണണം, യൂട്യൂബൊക്കെ നോക്കി പഠിക്കും. ഭയങ്കരിയാണ്. ഇതിങ്ങനെ പുറത്തുള്ളൊരു ചെറിയൊരു ഭാഗം ഞങ്ങൾ അവിടെ നിന്നും ഇങ്ങനെ കുറേ എല്ലാം കാണുകയാണ്. ചെടികളൊക്കെ ഇപ്പോൾ നന്നായി ചെടി വളർത്തുന്നുണ്ട്, ബാക്കിൽ സൈഡിലൊക്കെ വളർത്തുന്നുണ്ട്. പിന്നെ അതുമല്ല ഈ ഭാഗമൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. ഈ വീഡിയോ കണ്ടാൽ എനിക്ക് ഓപ്പോൾ ചീത്ത അറിയില്ല, നല്ല മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷൻ എല്ലാവരും കൂടി വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒതുക്കി വെക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ബാക്ക് വാശൊക്കെ എന്ത് ഒതുക്കി വെക്കാനല്ലേ, അയലൊക്കെ സാധാരണ ഇല്ലേ. അതപ്പോൾ രജീഷാണ് നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൻ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചാലപ്പുറത്ത് എല്ലാവരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസും വീഡിയോസിനും തല്ലാണ്.
പിന്നെ നമുക്കിതൊക്കെയല്ലേ രസം. നാളെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്നും അറിയില്ലല്ലോ. അപ്പം മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യും. കൂടുമ്പോൾ കൂടുക, വർത്തമാനം പറയാതിരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ച് വർത്തമാനം പറയുക. ഇതൊക്കെയാണ് രസം. ഇതൊക്കെയാണ് എന്താ പറയുക, ഒരു വൈബ്. ചിരിച്ചിങ്ങനെ നിൽക്കുക. അമ്മേനെ ഞങ്ങളെല്ലാവർക്കും അറിയാമല്ലോ, മനോജേട്ടൻ. ഇനിയിപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യേണ്ട, ഫസ്റ്റ് റൗണ്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള റെഡി ആയിട്ട് നിൽക്കുക. പിന്നെ മറ്റവരൊക്കെ ബ്ലോക്ക് പെട്ടിട്ട്, പുഷ്പ ചേച്ചി, മുരളിയേട്ടൻ പറഞ്ഞില്ലേ, ശോഭൻ ചേച്ചി, അതായത് ഇവരെ കൂടെ കല്യാണം കഴിഞ്ഞ രണ്ടാൾക്കാരും വരുന്ന വഴി ഭയങ്കര ബ്ലോക്കാണ് ടൗണിൽ. എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു വിഷു ഒക്കെ ആയിട്ട്, പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിഷു ഒക്കെ കൂടി ആയിട്ടായിരിക്കാം ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ അവർ ഫസ്റ്റ് റൗണ്ട് അവരെന്തായാലും ഇവർ രണ്ടാളും മാത്രം കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ എല്ലാവരും വട്ടം കൂടി നിൽക്കും ഇപ്പം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ചാലപ്പുറത്തെ ഫുൾ സെറ്റ് എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനിയുള്ളത് മാളു, ഞാൻ പറഞ്ഞല്ലോ, മാളു ശങ്കർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ചെറിയപ്പോളടുത്ത് വിജയേട്ടൻ്റെ 2 അനിയന്മാർ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ബാക്കി 2 ആൾക്കാർ എത്തിയില്ല. അപ്പോൾ ഇവർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മാളുവിനെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തു. മാളുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് മാളുവിൻ്റെ മുഖം ഭംഗിയേ ഇല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ കൂടുക പറയുമ്പോൾ അതൊരു മിസ്സിങ് തന്നെയാണ് നമുക്ക്. ചാലപ്പുറത്ത് എല്ലാവരും കൂടി നമുക്ക് പോകാൻ പറ്റിയില്ല പറഞ്ഞാൽ അതൊരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഇതിൽ അനുഭവിച്ചാൽ നമുക്കത് കൂടിയാലേ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. നമുക്ക് എന്തോരം മിസ്സിങ് ആയിരിക്കും എന്നറിയോ അതൊക്കെ. എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മളാരും ഇല്ലാതെ, ഒരാളില്ല എന്ന് പറയുമ്പോൾ. എന്നിട്ട് മാളുവിനെ രോഹിണി വീഡിയോ കോൾ ചെയ്തു. മാളുവിനെയും ചെയ്തു, ശങ്കറിനെയും ചെയ്തു. പിന്നെ അവർക്ക് പിന്നെ നിർത്തില്ല, അവർ UK യിലല്ലേ. ഇനിയിപ്പോൾ ചെറിയപ്പോഴും വിജയേട്ടനും മാളും കൂടെ അങ്ങോട്ട് പോകും. കുറച്ച് ദിവസം, കുറച്ച് 2-3 മാസം നിൽക്കാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ ഡിസംബറിൽ തിരിച്ച് വരിക. അപ്പോൾ രോഹിണി വീഡിയോ കോൾ ചെയ്തു, ശങ്കറിനെയും ചെയ്തു, പിന്നെ ഇവളെയും, എന്താണ് അവളുടെ പേര്, മാളുവിനെയും ചെയ്തു. ഞാൻ കാണിച്ചിട്ട് അതാണ് ശങ്കറും രമ്യയും പാറും. പിന്നെ ഇനി മാളു എടുക്കുന്നില്ല. മാളു എടുത്തപ്പോഴോ മാളുവിൻ്റെ മുഖേ രസമില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് ഓളതിൻ്റെ തൊട്ട് തലേന്നാണ് അവൾ പോയത്. ഇത് പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ല, ചാലപ്പുറത്ത് ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. പെട്ടെന്ന് രാത്രി 12 മണിക്ക് ശങ്കർ ഞങ്ങൾ ഗ്രൂപ്പിലിട്ടു, നാളെ അച്ഛൻ്റെ അമ്മേൻ്റെയും 45th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, എല്ലാവരും പൗർണമി പറയണ ഒരു വീട്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, അവിടേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ചെയ്തത്. അപ്പോഴത്തേക്കും മാളു പോയി, നിർത്തിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അത് സച്ചൂട്ടനെടുത്തതായിട്ട്, സച്ചുന്ന് രജീഷിൻ്റെ ചെറുതിനെടുത്തതാണ്. കുഞ്ഞാപ്പൂ എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത്. അതാണ് ഇപ്പം ഞങ്ങൾ ചാലപ്പുറം ഫാമിലിയിലെ ഏറ്റവും ചെറിയ ആൾ അതാണ്. ഏറ്റവും മൂത്ത ആൾ കൃഷ്ണവല്ലിച്ചനാണ്. അതായത് അപ്പുറത്ത് നിൽക്കുള്ള ഒരു സഞ്ചിയായിട്ട് അതാണ് വല്ലിച്ചനാണ്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ കേക്ക് മുറിക്കുന്ന ആൾ നമ്മളെ സ്വന്തം മനോജേട്ടനാണ്. മനോജേട്ടൻ മുറിച്ചാൽ എന്താ പറയുക, തല്ലും പിടിയില്ലാതെ എല്ലാവർക്കും കിട്ടും കുട്ടികൾക്കൊക്കെ. അതാണ് കറക്റ്റായിട്ട് എല്ലാവർക്കും എത്തും. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല എത്ര കിലോയുടെ കേക്കാണ് വാങ്ങി. എല്ലാവരും അവിടെ ഫുഡ് കഴിക്കും കേട്ടോ, ആരും മോശമല്ലേ, എല്ലാവരും ഫുഡ് ചെയ്താൽ മാളുവിൻ്റെ മുഖം ഭംഗിയേ ഇല്ല, കൂട്ടരെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും ആൾക്കാരല്ലേ, അത് കാണുമ്പോൾ ആർക്കായാലും സഹിക്കുമോ, ഇല്ല. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ അതാ മനോജേട്ടൻ വളരെ മനോഹരമായിട്ട്, വളരെ മനോഹരമായ സൈസിൽ, കറക്റ്റ് സൈസിൽ മുറിക്കുന്നു. എല്ലാവരും മാളുവിനോട് ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞു. ഒടുവേയും കട്ട് ചെയ്തു പോയി. പിന്നെ വിളിച്ചപ്പോൾ വന്നില്ല. പിന്നെ എല്ലാവരും കണ്ടു. ജ്യോതു എല്ലാവരും എത്തി. ബാംഗ്ലൂരാണ് ജ്യോതു അപ്പുമൊക്കെ, ജസ്റ്റിച്ചിന് മോനൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ എത്തി. ഇവക്ക് പെട്ടെന്നായിട്ടുള്ള തീരുമാനമായതുകൊണ്ട് അവൾ തലേന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടം. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ, അതുകൊണ്ടാണ് പിന്നെ മാളു പോയി. സാരമില്ല വിചാരിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾക്കിനിയും അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫി വീഡിയോ എടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല രസത്തിൽ എല്ലാവരും കണ്ടോ. ഞങ്ങൾ ചാലപ്പുറം ഫുൾ ടീമാണ്. മാവൂരുകാരിൽ ഞാൻ പറഞ്ഞല്ലോ 2 പേരെ എത്തിയിട്ടുള്ളൂ. ഇതേ വൈബ് തന്നെ കേട്ടോ മാവൂരും, ഇതേ വൈബ്. ഇത് മിൻചേച്ചി, ഇതമ്മ, അത് മഹേശ്വരിയാണ് യെല്ലോ ചുരിദാറിട്ടിട്ട്. വല്യമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് മാളു ലക്ഷ്മീൻ്റെ അടുത്ത്. അത് സിംചേച്ചി, അത് നമ്മളെ കുട്ടികൾ, സിംചേച്ചിയുടെ മോനാണത് ദർശ്, മിൻചേച്ചിയുടെ ചെറിയ മോളാണത് സ്വാതി, മൂത്ത മോളാണ് ഗോപു. അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ ജ്യോതി, ഇതൊക്കെ സുന്ദരികളല്ലേ ഞങ്ങളെ വീട്ടിലത്തെ കുട്ടികളൊക്കെ. അത് ശശിയേട്ടൻ ഭയങ്കര കോമഡി, നല്ല രസമാണ് വർത്താനം കേൾക്കാൻ. നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് വർത്താനങ്ങൾ കേൾക്കാൻ. ചെറിയപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരുമ്പോൾ കുറേ ചിരിക്കാണ്ടാവും. ശശിയേട്ടൻ്റെ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് നോക്കുമ്പോൾ വിജയേട്ടനാണ് മാവൂരിൽ അവരെ ഇതിൽ ഫാമിലിയിൽ ഏറ്റവും മൂത്ത മകൻ വിജയേട്ടൻ. കേൾവിക്കാരനാണ് നല്ല, പക്ഷെ സംസാരിക്കാൻ മറ്റവരൊക്കെ ഇങ്ങനെ കുറേ തമാശയും കോപേട്ടനൊക്കെ ഭയങ്കര ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ ഇവർ വരുമ്പോൾ കുറേ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്നത്തെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇരുന്ന് വർത്താനം പറയാറുള്ളത് എല്ലാവരും
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും പറഞ്ഞിട്ടും ഇങ്ങനെ അങ്ങനെ കളിക്കുകയാണ്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നോട്ടമുണ്ട്. അതാ പോണ കേക്ക് എന്തോ വാങ്ങാൻ പറന്ന് പോവുക. പിന്നെ നമ്മൾ റഹ്മത്തിലെ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്ത്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചാലപ്പുറത്തുകാർ നന്നായി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇന്ന ഫുഡുകളെ കഴിക്കൂ എന്നില്ല, ഫുഡ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച്, അത് എന്തായാലും കഞ്ഞിയാണ് വെച്ചു കൊടുത്താലും വളരെ ആസ്വദിച്ച് കഴിക്കുന്നവരാണ് ചാലപ്പുറത്തുള്ള ആൾക്കാർ. ഞാൻ എപ്പോഴും രജീഷിനൊക്കെ കണ്ടില്ലേ, നല്ല ഫുഡ് കഴിച്ച് ആസ്വദിച്ചവനങ്ങനെ കഴിക്കുന്നുണ്ട്. എന്തൊക്കെയോ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഫുഡിന് പ്രാധാന്യവുമുണ്ട്. അതായത് നന്നായി ഫുഡ് കഴിക്കും, സംസാരിക്കും, അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ചാലപ്പുറത്തുള്ള ആൾക്കാർ പൊതുവേ. പിന്നെ ഈ പറഞ്ഞ മാതിരി മാവൂരും അങ്ങനെയാണ്. അവർക്കും ഫുഡ് ഭയങ്കര, അതായത് ഫുഡ് ഉണ്ടാക്കുക, എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുക, അതൊരു രസമല്ലേ. അങ്ങനത്തെ ഒക്കെ ഒരു ആൾക്കാരാണ് അത്. ഇപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അച്ഛൻ്റെ സിസ്റ്റർ ഇപ്പം രാജേട്ടൻ, അതായത് അച്ഛൻ്റെ വേറൊരു സിസ്റ്റർ ഓപ്പോളെ കണ്ടില്ലേ, വലിയ ഓപ്പോള് പറഞ്ഞ ഓപ്പോളെ രാജേട്ടൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ നമുക്ക് ഇത്രയും കമ്പനിയായിട്ട് നിൽക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ വേറെയും ഇപ്പം അമ്മായിമാരെ വീട്ടിൽ അങ്ങനെയൊക്കെ പറയില്ലേ, അവരൊക്കെ അവരെ വീട്ടിലിപ്പം അവരെ വെച്ചാൽ എൻ്റെ അമ്മാവൻ്റെ ഭാര്യേൻ്റെ അവരെ വീട്ടുകാരെ നമുക്ക് അത്രയും കമ്പനിയായിട്ട് ചെയ്യാൻ പറ്റുമോ കാണാൻ പറ്റുമോ അറിയില്ല. അതിൽ പിന്നെയും ഉഷമാമി ഉണ്ടല്ലോ, ഉഷമാമീൻ്റെ അനിയന്മാരും അവരെ ഭാര്യമാരൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ചില ആൾക്കാരെ നമുക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ടാവുമല്ലോ, അതിൽ പെട്ടവരാണ്, അതുപോലെ പെട്ടതാണ് മാവൂരുകാർ. നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര രസമായിട്ടുള്ള, നമുക്ക് മടി തോന്നാത്ത ആൾക്കാർ പറയില്ലേ. ഇന്ന ആൾക്കാർ വന്നിട്ട് എനിക്ക് മോശമല്ലേ, ആ ഒരു മോശമില്ലാത്ത ഒരു ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്തും പറയാം. അങ്ങനെ ഞങ്ങൾ വിശ്രമിക്കുകയാണ്, കേക്ക് കഴിച്ച് ഫുഡ് കഴിച്ചിട്ടാണോ ഇത് ഉണ്ടായത് എനിക്ക് ഓർമ്മയില്ലല്ലേ. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ കിടക്കയിൽ കിടന്നുള്ള വർത്തമാനം, കുട്ടികളെല്ലാവരും മൊബൈലിൽ വളരെ മനോഹരമായി കളിക്കും. അന്നേരം പാവട്ടെ മൊബൈലിൽ കളിക്കില്ല, ഐസ്ക്രീം കഴിക്കുകയാണ്. പ്ലസ് അരുന്ന് രസഗുള കൊണ്ടുവന്നു. രസഗുള ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് രസഗുള. എല്ലാവരും അവിടുന്ന് ഐസ്ക്രീം പ്ലസ് രസഗുള പ്ലസ് എന്തൊക്കെയോ കഴിക്കുകയാണ്, കേക്കോ എന്തൊക്കെയോ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഫുഡ്. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. മാളു അല്ല മറ്റേ കല്ലു, പിന്നെ അതെല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് രാജേട്ടൻ എന്ന് പറഞ്ഞാൽ, രാജേട്ടൻ എല്ലാവരും ഉണ്ട്. പിന്നെ ആരാ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയോ കൊടുക്കുകയാണ്. മനോജേട്ടനാണ് അവിടെ സപ്ലൈ. ഇതാണ് രസഗുള. എനിക്ക് നുണ വന്നു രസഗുള എന്ന് പറഞ്ഞപ്പോൾ. നല്ല ടേസ്റ്റ്. ആ രസഗുളയ്ക്ക് അത്ര ടേസ്റ്റ് ഇല്ലേ, പൊതുവെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ അലിഞ്ഞു പോലെ, അങ്ങനത്തെ രസഗുള എവിടുന്ന കുട്ടീനെ കിട്ടുമെങ്കിൽ നുണ വന്നിട്ട് വയ്യ. പൊതുവേ ഞാൻ മധുരം അത്ര കഴിക്കുന്ന ഒരാളല്ല കേട്ടോ, മധുരം പായസമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ചില സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ രസഗുള പറഞ്ഞാൽ ഒരുപാട് കഴിക്കാനല്ല, ഒന്നാണെങ്കിൽ അതൊന്ന് ആസ്വദിച്ച് കഴിക്കാനൊരു നുണ വരുന്നു കൂട്ടരെ. അപ്പോൾ അതാണ് മുരളിയേട്ടൻ, ഇവരുടെ അതാണ് കുട്ടൻ. അതായത് പിന്നെ വിജയേട്ടൻ്റെ പെങ്ങളെ മകനാണ് കുട്ടൻ. അവർക്ക് 2 മക്കളാണ്, കുട്ടനും വിദ്യയും. അവരൊക്കെ കലാകാരന്മാരോട്ട്, എല്ലാവരും നന്നായി പാട്ട് പാടുന്നതാണ്. വിദ്യ ഒന്നും വന്നിട്ടില്ല, അവൾ ബാംഗ്ലൂരാണ് ഫാമിലിയായിട്ട്. പിന്നെ അപ്പുറത്ത് മുരളിയേട്ടൻ, അതായത് ഈ ശോഭൻ ചേച്ചിയും, ഇതാണ് ശോഭൻ ചേച്ചി, പിങ്ക് ഷോൾ ഇട്ടതാണ് ശോഭൻ ചേച്ചി. ഈ ശോഭൻ ചേച്ചിയും അപ്പുറത്ത് ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു മുരളിയേട്ടൻ, കുട്ടൻ്റെ തൊട്ടപ്പുറത്തിരുന്ന അവരും വിജയേട്ടൻ്റെയും കല്യാണമാണ് ഒരു ദിവസം ഒരുമിച്ച് കഴിഞ്ഞത്. ഇത് കുട്ടൻ്റെ മകളാണ്. അപ്പോൾ എല്ലാവരും, ഇതാണ് പുഷ്പ ചേച്ചിയൊക്കെ ഭയങ്കര കലാകാരിയാണ്, നല്ല ഭയങ്കര സുന്ദരി. അതായത് നമ്മൾ നല്ല ഭംഗിയിൽ ഒരുങ്ങാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, നന്നായി പാട്ട് പാടും. ടീച്ചറാണ് ശോഭൻ ചേച്ചിയും, ടീച്ചറാണ്, റിട്ടയർഡായി. പിന്നെ അങ്ങനെ അവരെല്ലാവരും മാവൂരിൽ ഇങ്ങനെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇത് കുട്ടൻ്റെ മൂത്ത മോളാണ്. മനോജേട്ടൻ എന്തൊക്കെയോ വർത്താനം പറയേണ്ടതെന്ന് എനിക്ക് വർത്താനം കേൾക്കുകയാണ് വെച്ചപ്പോൾ ഞാനതിങ്ങനെ കറക്റ്റ് ഫുള്ള് ഇതിൽ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരിച്ച് ചാവും. അങ്ങനത്തെ വർത്താനങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. ഇത് മീര ചേച്ചി, ഇവർ കുറച്ച് ലേറ്റായിപ്പോയി. ഇനിയിപ്പോൾ ഇവരെല്ലാവരും വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു കേക്ക് കട്ടിങ്, ഇവരെ 3 കൂടെ ഉള്ളൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഓർഡർ കേട്ടോ, എന്തൊക്കെ ഞാൻ പറയും. അവിടെ എന്തൊക്കെയോ ഇവർ എന്താ പറയുക സപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ നിന്നൊക്കെ. എല്ലാവരും അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് വർത്താനം പറയുക. ഗോപേട്ടനൊക്കെ ഇതാണ് രജനി ചേച്ചി കേട്ടോ, ഗോപേട്ടൻ്റെ വൈഫാണ്. രജനി ചേച്ചി ടീച്ചറാണ്. എല്ലാവരും നല്ല രസമായിട്ട് വർത്താനം. ഇവരൊക്കെ ഇപ്പം ഭയങ്കര ഡാൻസേഴ്സാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇവർ ഏതോ ഒരു അമ്പലത്തിലൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അല്ല കേട്ടോ ഡാൻസ് ചെയ്യുന്നത്, ഇവരെപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് രജനി ചേച്ചിയും പുഷ്പ ചേച്ചിയും മീര ചേച്ചിയും ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിന് ഒരു താല്പര്യം ഇല്ലാത്തത് ഓപ്പോക്ക് മാത്രമാണ്. ഓപ്പോക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നും, മീൻസ് ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് മടിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓപ്പോൾ അതിലേക്കൊന്നുമില്ല. ഇവർ 3 പേരും നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടു, വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താമതല്ലേ അവരൊക്കെ അത് ആസ്വദിച്ച് ചെയ്യുന്ന കാണാൻ, നമ്മളൊരു പെർഫെക്ഷൻ അല്ല ഞാൻ പറയുന്നത്, അതിനോട് താല്പര്യം കാണിച്ചിട്ട് അത് ചെയ്യാനെടുക്കുന്ന നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനൊരു സമയം കണ്ടെത്തണം ആരായാലും എന്നാണ് എൻ്റെ ഇതാണ് കുട്ടനൊക്കെ നല്ലൊരു, നമ്മളിപ്പോൾ ചാലപ്പുറത്ത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരാട്ടോ. രജീഷൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മടി തോന്നാത്ത ഈ എന്തും പറയാം, അങ്ങനെ ഉണ്ടാവില്ല, നമ്മളെ സ്വന്തം കുട്ടികളുമാരത്തെ
ഇതാണ്. അപ്പോൾ അങ്ങനെ അതാ അവരടുത്ത കേക്കായിട്ട് വന്നു. ഇവർ 3 പേരും കൂടിയാണ് ഇനി കട്ട് ചെയ്യേണ്ടത്. ഇതാണ് മുരളിയേട്ടൻ, വിജയേട്ടൻ്റെ തൊട്ട് താഴെയുള്ള അനിയനാണ് വിജയേട്ടൻ. പിന്നെ ചെറിയോപ്പോൾ, ശോഭൻ ചേച്ചീൻ്റെ ഹസ്ബൻഡ് വിശ്വേട്ടൻ അവരെത്തിയിട്ടില്ല. വിശ്വേട്ടൻ എന്തോ ഒരു ഉഴിച്ചിൽ എന്തോ ഒരു ഇതായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഉഴിച്ചിലിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു കാലുവേദനയോ അങ്ങനെ എന്തോ ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിശ്വേട്ടൻ എത്തിയിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ വീണ്ടും ആ കേക്ക് കട്ട് ചെയ്തു. മനോജേട്ടൻ വീണ്ടും വന്നു. അതിനെ വളരെ മനോഹരമായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എല്ലാവരും അതും കഴിച്ചു. അങ്ങനെയാണ് ഇവരെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഇവർ 3 പേരും കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. വളരെ ഹാപ്പിയായി, സന്തോഷമായി. അതാണ് ശോഭൻ ചേച്ചി മാത്രം വിഷയമില്ലാത്തതുകൊണ്ട് മറ്റിങ്ങനെ ഒരു പെയറായിട്ട് നിന്നിട്ട് എല്ലാ കൊല്ലും അവരങ്ങനെ മീൻസ് നമുക്കിങ്ങനെ കാണാം, ഓപ്പോൾ സ്റ്റാറ്റസിൽ ഞങ്ങൾ കാണാറുണ്ട്. അത് കുട്ടൻ്റെ മോളാട്ടോ. കുട്ടൻ്റെ വൈഫ് വന്നിട്ടില്ല, അവൾക്ക് എന്തോ പനിയായിട്ട് വന്നിട്ടില്ല. കുട്ടനൊരു മോള്, 2 പെൺകുട്ടികളാണ്, ചെറിയ ആളെയും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി. എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ എന്താ പറയുക ഓർഡറിലല്ല ഞാൻ വീഡിയോ മീൻസ് എഡിറ്റ് ചെയ്യാൻ എടുത്തത്. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കേക്കൊക്കെ മീൻസ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ്, നല്ല ലേറ്റായിട്ടാണ് അവർ വന്നത്. അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ പോയിണ്ടോ എന്നൊക്കെയൊരു സംശയമുണ്ട്. ആ ഒരു ആരവം കാണാനില്ല, ആദ്യത്തെ കേക്ക് കട്ടിങ്ങിൻ്റെ ആരവം കാണാനില്ല. എന്താ അറിയോ, ഞാനിത് ഈ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു April 3-നായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി. അതുകൊണ്ട് തന്നെ ഇല്ലേ, അന്ന് ഞാൻ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് പിറ്റേന്ന് ഞാൻ എഡിറ്റ് അങ്ങനെ കണ്ടിന്യൂസ് എന്താ പറയുക കിട്ടില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലാണ് പൊതുവേ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കുറച്ച് മടി. പിന്നെ ചാലപ്പുറത്ത് തന്നെയായിരുന്നു ഞാൻ കുറച്ച് ദിവസം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ നടക്കില്ല. എല്ലാവരും ഉള്ളതുകൊണ്ട് ഇങ്ങനെ വർത്താനും അങ്ങനെ ബഹളമായതുകൊണ്ട് ഞാൻ അങ്ങനെ മീൻസ് എഡിറ്റ് ചെയ്യാറ് അവിടെ നിന്ന് ഞാൻ ചെയ്യാറേ ഇല്ല. ഞാൻ ഫുഡ് കഴിക്കുന്നത് പറയാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ തലങ്ങും വിലങ്ങും ഇരുന്ന് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണം. ഞങ്ങളൊക്കെ സ്റ്റെപ്പിൻ്റെ മേലെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആസ്വദിച്ച് കഴിക്കണം. എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഫുഡ്. ഞാനൊക്കെ അതാ നോക്കാൻ കൂടിക്ക് വയ്യ. ഞാൻ അപ്പുറത്ത് എവിടെയോ ഉണ്ട് കേട്ടോ കൂട്ടരെ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അതാ ഞാൻ അതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ആർക്കും ഇപ്പോൾ ക്യാമറയിലേക്ക് നോക്കണമെന്നേ ഇല്ല, കണ്ടോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ രസമായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ചാലപ്പുറത്തെ ചെറിയോപ്പോളയും ശോഭൻ ചേച്ചി, മുരളിയേട്ടൻ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം അങ്ങനെ എല്ലാവരും പിന്നെ എന്തൊക്കെയോ കഴിച്ചു, എന്തൊക്കെയോ നല്ല രസമുള്ള ഫുഡുകളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ അടുക്കളയിലൊക്കെ നിന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ കുറേ സംസാരിച്ച് എല്ലാവരും കൂടെ ഇവരൊക്കെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുന്നേ ഭയങ്കര രസമാണ് എല്ലാവരും സംസാരിച്ച്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാളുവിൻ്റെ കല്യാണം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ എല്ലാം വളരെ ഓരോ നിമിഷവും ഞാൻ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അവിടുത്തെ ഫിഷുകളൊക്കെ പോയി ചത്തുപോയി. നല്ല സുന്ദരി ഫിഷുകളായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് ഓപ്പോൾ തരാം, ഈ ഇതിൽ ആഡ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും വിട്ടുപോയി. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങി, മാവൂരുകാരൊക്കെ യാത്ര പറഞ്ഞു പോവാണ്. ഞങ്ങൾക്ക് പിന്നെ അപ്പുറത്തല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇവർ പോയി കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു April 3-ത്തെ വീഡിയോ ആണ്. കുറേ നേരം വൈകി ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മറന്നു പോകും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.